ഇതിൽ ഒന്ന് CPM പ്രതിഷേധിക്കുന്നില്ല, സ്വാഭാവികമാണ്. CPM പ്രതിഷേധിക്കാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രി തന്നെയാണ് CMRLന്റെ ബ്രാൻഡ് അംബാസഡർ. CMRLന് വേണ്ടിയിട്ട് പണം മേടിച്ചത് മുഖ്യമന്ത്രിയുടെ മകളാണ്. CMRLുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന മുഖ്യമന്ത്രിക്കാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കാതെ CPM ഏതായാലും പ്രതികരിക്കില്ല. സഖാവ് പി രാജീവ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി പ്രതികരിച്ചതിന് ഒപ്പം നിന്നാണ് പ്രതികരിച്ചത്. BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെല്ല്, അവരുടെ വ്യവസായ സെല്ലിൻ്റെ ചെയർമാനാണ് കരിമണൽ കർത്തയുടെ അനിയൻ കർത്ത. അപ്പോൾ അതുകൊണ്ട് BJPയും പ്രതികരിക്കുന്നില്ല. ഇവിടെ പ്രതികരിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസിൻ്റെ MLAമാരാണ് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചത്. കോൺഗ്രസിൻ്റെ MLAമാരാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോയത്. യൂത്ത് കോൺഗ്രസും KSUവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ സമരം നടത്താനുള്ളത്. ഞങ്ങൾ ജനങ്ങളുടെ ഒപ്പമാണ് ഈ വിഷയത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ ഏതറ്റം വരെയും പോരാട്ടത്തിന് തയ്യാറാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഈ പ്രതിഷേധം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇടയാർ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പെരിയാറിൽ വളരെ വ്യാപകമായി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള രാസമാലിന്യങ്ങളുടെയും മറ്റു മാലിന്യങ്ങളുടെയും അംശം പെരിയാറിൽ കണ്ടെത്തുകയുണ്ടായി. ഇത് കാലങ്ങളായിട്ട് പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇടയാർ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വലിയ ആരോപണമാണ്. പെരിയാറിലേക്ക് ഈ വ്യവസായ മേഖലയിൽ നിന്ന് കമ്പനികൾ അനിയന്ത്രിതമായി വേസ്റ്റുകൾ ഒഴുക്കിവിടുന്നു എന്നുള്ളത് വലിയ ആരോപണമാണ്. പക്ഷേ ഇത്തവണയാണ് വളരെ വ്യാപകമായി വലിയ രീതിയിൽ, അത് പെരിയാറിലെ മാത്രമല്ല, പെരിയാറിൻ്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ മത്സ്യകൃഷി നടത്തുന്നവരുണ്ട്. അവരുടെ മത്സ്യങ്ങൾ വരെ ചത്തുപൊങ്ങുന്ന വലിയ രീതിയിലുള്ള അവസ്ഥാവിശേഷമുണ്ട്. അത് മാത്രമല്ല, അസുഖങ്ങൾ ആ തീരപ്രദേശത്തുള്ള കുട്ടികളിലൊക്കെ അസുഖം വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലായിട്ട് ഈ സമരം നടത്തുന്നത്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പോലും PCB തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. കാരണം കുഫോസിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ അന്വേഷണം നടത്തേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ ബോർഡായി ഇവിടെ അധപ്പതിച്ചു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറയുവാനുള്ളത്. കാരണം ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ ഇതുവരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുള്ള കമ്മിറ്റ്മെൻറ്റ് ആരോടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വളരെ വ്യാപകമായി മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ഈ പറയുന്ന വകുപ്പ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പ്. ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ആരോപണം ഉന്നയിച്ചത്. കാരണം 1.25 കോടി രൂപ ഒരു കാരണവുമില്ലാതെ ഒരു സേവനവുമില്ലാതെ ഒരു CMRL എന്ന് പറയുന്ന കമ്പനിയുടെ മേധാവികൾ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പോൾ പുലർത്തുന്ന ഈ നിസ്സംഗത എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ആരോപിക്കാനുള്ളത്. കാരണം ഇല്ലെങ്കിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീ പി രാജീവ് അദ്ദേഹം മറുപടി പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു സംഭവം മാത്രമാണെന്ന്. പക്ഷെ സ്വാഭാവികത്തിനും അപ്പുറം പെരിയാറിൻ്റെ ജലത്തെ തന്നെ മലിനമാക്കുന്ന, പെരിയാറിലെ മത്സ്യകൃഷി നശിപ്പിക്കുന്ന, അതിലുപരി പെരിയാറിലെ തീരപ്രദേശത്ത് താമസിക്കുന്ന നമ്മുടെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന, കുട്ടികളെ ബാധിക്കുന്ന അതിഗുരുതരമായ ഒരു മാലിന്യ പരിസ്ഥിതി പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. ആ കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ CMRL കമ്പനി ഉൾപ്പെടെ ഇടയാർ വ്യവസായ മേഖലയിലുണ്ട്. അവരിൽ നിന്നും അവരുടെ വേസ്റ്റ് മുഴുവൻ പെരിയാറിലേക്കാണ് ഒഴുക്കിവിടുന്നത്. അപ്പോൾ ഇതൊക്കെ സർക്കാരും കമ്പനികളും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ കൂട്ടുകച്ചവടത്തിനെതിരെ, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടികൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു മാർച്ചുമായി വന്നത്.